എന്നത്തെയും പോലെ 3 പ്രാവശ്യം അലാറം അടിച്ച് 4ാമത്തെ പ്രാവശ്യം അടിക്കുമ്പോഴേക്കും ഞാൻ എണീറ്റു. ഈയിടെയായിട്ട് ചില ദിവസങ്ങളിൽ തണുപ്പുള്ളതുകൊണ്ട് ആദ്യത്തെ കപ്പ് വെള്ളം ഒഴിക്കാൻ ഭയങ്കര മടി. അതൊന്നും എൻ്റെ ഒരു കൂടപ്പുറപ്പാണ്. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞപ്പോൾ തൊട്ടേ എണീറ്റതും കുളി അതെനിക്കൊരു ശീലം തന്നെയാണ്. നമ്മൾ കുളിക്കുക എന്നത് നമ്മൾ വൃത്തിയായിരിക്കുന്നതിനേക്കാളുപരി മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ആലോചിക്കണം. ഈ കാലത്തുള്ള ശുഷ്കാന്തി ചില ദിവസങ്ങൾ എനിക്ക് രാത്രി ഉണ്ടാവാറില്ല കേട്ടോ. എന്നാലും ഞാൻ പരമാവധി വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. അങ്ങനെ എന്നത്തെയും പോലെ ഇന്നും നേരം വൈകി. ആശാന്മാരെ നൈറ്റ് പെട്രോളിങ് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇന്ന് ഞാനാണോ വൈകി അവനാണോ വൈകി എനിക്കറിയില്ല. എന്തായാലും എൻ്റെ കുറ്റം മറക്കാൻ ഞാൻ അവൻ ചീത്ത പറഞ്ഞു, വണ്ടി എടുക്കടാ പറഞ്ഞു. അങ്ങനെ 7:15 നമ്മൾ കടയിലെത്തി. 7:00 മുട്ടക്കറിയും സാമ്പാറും റെഡി ആവണം. പിന്നെ അങ്ങോട്ട് പടപടാന്നായിരുന്നു കാര്യങ്ങൾ. കഴിഞ്ഞ കൊല്ലം 31-ാം തീയതി പോയ കുക്ക് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ചില സാഹചര്യങ്ങൾ കൊണ്ടാണ്. അതിനുശേഷം ഞാനാണ് എൻ്റെ കടയിൽ ഭക്ഷണം പാകം ചെയ്യുന്നത്. അകത്ത് ഞാൻ ഫുഡ് വെക്കുമ്പോൾ പുറത്ത് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സുൽഫിയാണ്. ഇവനാണ് ഇവിടുത്തെ മാനേജർ. ഇടയ്ക്ക് അച്ഛൻ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ റോള് കാണാൻ വയ്യ. ഒരു മ്യൂസിക് പ്രാന്തരായതുകൊണ്ട് എനിക്ക് എപ്പോഴും പാട്ടെടുത്ത് വേണം, അല്ലെങ്കിൽ എനിക്ക് പണിയെടുക്കാൻ ഒരു ഉഷാറുണ്ടാവില്ല. കിച്ചണിൽ പണിയെടുക്കുമ്പോൾ നോക്കിയും കൊണ്ട് എടുത്തില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതേപോലെ എന്തിനും കണ്ണിൽ തെറിക്കും. കസ്റ്റമേഴ്സിന്റെ വയറ് നിറയ്ക്കുന്ന ഇടയിൽ നമ്മുടെ വയറ് നിറയാതെ ഒരിക്കലും പോരുത്. ഈ റോള് ടേസ്റ്റ് ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും വിചാരിച്ചില്ല. അങ്ങനെ 12:30 നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്നു. മുട്ടക്കറി, കടലക്കറി, ചിക്കൻ കറി, ബീഫ് കറി, ബീഫ് ഫ്രൈ, പിന്നെ ബിരിയാണി മസാല, ഭൂരി മസാല, അങ്ങനെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ചോറിനുള്ള ഉപ്പേരി, അതിനുള്ള കൂട്ട്, മീൻചാറ്, സാമ്പാർ, അങ്ങനെ എല്ലാം റെഡിയായി 12:30 എൻ്റെ ജോലി കഴിഞ്ഞു. ഇതിനുശേഷം ഇനി കട അടയ്ക്കുന്നവരെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ അനിയനാണ്. ആദ്യം ഞാൻ വെച്ച ഭക്ഷണം ആദ്യം കഴിച്ചു നോക്കുന്നതും അവനാണ്. അവൻ കഴിച്ചതിന് ശേഷമേ ആദ്യം കസ്റ്റമേഴ്സിന് കൊടുക്കുള്ളൂ. അങ്ങനെ വിവേകേട്ടൻ വന്നു. വിവേകേട്ടനാണ് ഞങ്ങളുടെ കടയിൽ നിന്ന് ആദ്യം ഭക്ഷണം കഴിക്കുന്ന ആൾ. അത് എൻ്റെ കൈ കൊണ്ട് തന്നെ വിളമ്പി കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ എനർജി ലോസ് ആയി പോയിരിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തൊട്ടടുത്ത കടയിൽ പോയിട്ട് ഓരോ ജ്യൂസ് കുടിക്കും. ഇവിടെ നിന്ന് ഡെയിലി ഓരോ ജ്യൂസ്, അത് നിർബന്ധമാണ്. ഡെയിലി എൻ്റെ കടയിൽ ഓരോ സ്പെഷ്യൽ ഗസ്റ്റുകൾ വരും. ഇന്നത്തെ ഇവരാണ് കേട്ടോ. നമ്മുടെ പട്ടയപ്പം ബീഫ് ഫ്രൈ കഴിക്കാൻ വേണ്ടി മാത്രം വന്നാണ്. അവരൊന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ പോയി എല്ലാം സെറ്റാക്കി കൊടുത്തു. അങ്ങനെ ഇവർ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാനും കടയിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് സ്ഥിരം കുടിക്കാറുള്ള തണ്ണിമത്തൻ കടയിൽ നിന്ന് ഒരു ഗ്ലാസ് തണ്ണിമത്തനും കുടിച്ച്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.